ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഭജനമഠത്തിൽ ഉത്സവം ആവശ്യമില്ല. പ്രിയരെ, കായലിനും കടലും ഇടയ്ക്കുള്ള നല്ലൊരു ഭൂപ്രദേശമാണ് അഞ്ചുതെങ്ങ്. അവിടെ ഒരു ഭജനമഠം ഉണ്ടായിരുന്നു. ഇടയ്ക്കെല്ലാം ആ ഭജനമഠത്തിൽ ഗുരുദേവൻ വന്ന് വിശ്രമിക്കാറുണ്ടായിരുന്നു. അഞ്ചുതെങ്ങുകാർ വലിയ ഉത്സവ ഭ്രമക്കാരായിരുന്നു. അവരുടെ ഇടയിൽ അക്കാലത്ത് നല്ലൊരു കഥകളി യോഗവും നടന്നു വന്നിരുന്നു. മാത്രമല്ല, ക്ഷേത്രോത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്നതിനുള്ള ആനകളും മറ്റ് അലങ്കാര വസ്തുക്കളും എടുപ്പുകളുമെല്ലാം അവിടുത്തുകാർക്കുണ്ടായിരുന്നു. അതിനാൽ ഉത്സവങ്ങൾ നടത്തുന്നതിന് മറ്റുള്ളവരെ അപേക്ഷിച്ച് അവർക്ക് പകുതി തയ്യാറെടുപ്പുകളെ വേണ്ടി വന്നിരുന്നു. ഗുരുദേവൻ വിശ്രമിക്കാറുണ്ടായിരുന്ന ഭജനമഠത്തിലും അവർ ഉത്സവാഘോഷങ്ങൾ നടത്തി വരുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ഉത്സവകാലത്ത് ഗുരുദേവൻ അവിടെ എഴുന്നള്ളിയ അവസരത്തിൽ ഭജനമഠത്തിൽ ഉത്സവം ആവശ്യമില്ലെന്ന് കൽപ്പിക്കുകയുണ്ടായി. എന്നാൽ അതിനുശേഷവും അവർ ഭജനമഠത്തിൽ ഉത്സവം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയുണ്ടായി. ആ വിവരം ഗുരുദേവൻ അറിഞ്ഞതിൽ പിന്നെ അഞ്ചുതെങ്ങിൽ വന്നിട്ടുള്ളപ്പോഴൊന്നും ഭജനമഠത്തിലേക്ക് പോവുകയുണ്ടായില്ല. അവിടെ ഉത്സവം നടത്തരുതെന്ന് പിന്നീട് ഒരിക്കൽ പോലും ആജ്ഞാപിച്ചതുമില്ല. അക്കൊല്ലത്തെ പകൽ ഉത്സവം ഭജനമഠത്തിൽ കെങ്കേമമായി തന്നെ നടന്നു. രാത്രിയോടെ എഴുന്നള്ളിപ്പ് ഘോഷയാത്ര മഠത്തിൽ മടങ്ങിയെത്തുകയും ചെയ്തു. ആനപ്പുറത്ത് വെച്ചിരുന്ന വിഗ്രഹവും അതിന്റെ പീഠവും താഴെയിറക്കി. അത് പിടിച്ചിരുന്ന പ്രധാന ശാന്തിയും താഴെയിറങ്ങി. എന്നാൽ മറ്റു രണ്ടുപേർ ആനപ്പുറത്തുനിന്നും ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് ആന വിരണ്ടു. ഞൊടിയിടയിൽ ഒരു പാപ്പാൻ തുമ്പിക്കൈ കൊണ്ടുള്ള അടിയേറ്റ് താഴെ വീണു. ആന കുത്താനായി ആഞ്ഞുവെങ്കിലും പാപ്പാൻ പെട്ടെന്ന് ഉരുണ്ടുമാറിക്കളഞ്ഞു. ആ ഭീകരരംഗം കണ്ടിട്ട് തെരുവത്ത് പത്മനാഭൻ ഒരു കാവടി തലതിരിച്ച് പിടിച്ചുകൊണ്ട് പിന്നിലൂടെ ഓടിച്ചെന്ന് ആ ആനയുടെ പിൻകാലിന്റെ നഖത്തിൽ ആഞ്ഞടിക്കുകയുണ്ടായി. ആനയുടെ ശ്രദ്ധ മാറിപ്പോയ ആ നിമിഷം നിലത്ത് വീണ് കിടക്കുകയായിരുന്നു പാപ്പാൻ ഉരുണ്ടെഴുന്നേറ്റ് തലനാരിഴക്ക് രക്ഷപ്പെട്ടു. ആന വിരണ്ടതറിഞ്ഞതോടെ ജനങ്ങൾ പരിഭ്രമിച്ച് നാലുപാടേക്കും ചിതറിയോടി. ചിഹ്നം വിളിച്ച് പാഞ്ഞോടിയ ആന വലിയ പരാക്രമങ്ങൾ നടത്തിയ ശേഷം അകലെയുള്ള ഒരു പറമ്പിൽ പോയിരുന്നു. ആനപ്പുറത്ത് നിന്ന് ഭയന്ന് വിറച്ചിരിക്കുകയായിരുന്ന രണ്ടാളുകൾ തക്കം നോക്കി ഒരു മതിലിന് മീതെ ചാടി രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ആന വീണ്ടും വന്നേക്കാമെന്നുള്ള ശ്രുതി പരക്കുന്നതിനാൽ ഉത്സവമാകെ അലങ്കോലപ്പെട്ടു. അതിനിടയിൽ രണ്ട് വിദഗ്ധന്മാരെ വരുത്തി ആനയെ തളച്ചു. അവരുടെ കയ്യിലുള്ള പഴക്കമുള്ള ചങ്ങല കൊണ്ടായിരുന്നു തളച്ചത്. അതിനാൽ പുതിയൊരു ചങ്ങല വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതുപ്രകാരം ചിലർ ചങ്ങല അന്വേഷിച്ച് ഓട്ടമായി. അതിനിടയിൽ ആനയെ തളച്ചു എന്ന വാർത്ത പരന്നതോടെ ജനങ്ങൾക്ക് ആശ്വാസമായി. അതോടെ നിർത്തിവെച്ചിരിക്കുകയായിരുന്ന കഥകളി പുനരാരംഭിക്കുകയും ചെയ്തു. അങ്ങനെ കഥകളിയിൽ ലയിച്ചു ജനങ്ങൾ ഇരിക്കുകയായിരുന്ന ആ നേരത്ത് പുതിയ ചങ്ങലയുമായി എത്തിയവർ ആ ചങ്ങലക്കൂട്ടം ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് ഇട്ടു. അതിന്റെ കിലുകിലാ മുഴക്കം ഉച്ചത്തിൽ മുഴങ്ങിയപ്പോൾ ആന ചങ്ങലയും പൊട്ടിച്ചു വരുന്നേ എന്നൊരാൾ വിളിച്ചുകൂവി. അതോടെ ഉത്സവസ്ഥലം വീണ്ടും താറുമാറായി. ജനങ്ങൾ പ്രാണരക്ഷാർത്ഥം ഓടി. കഥകളി വേഷക്കാർ അതേ വേഷത്തോടെ പരക്കം പാഞ്ഞു. പൊടിപടലങ്ങളും നിലവിളിയുടെ ഒച്ചയും കൊണ്ട് അവിടെയും ആകെ യുദ്ധക്കളം പോലെയായി. പക്ഷേ വിരണ്ടോടിയ ആനയെ മാത്രം ആരും അപ്പോൾ കാണുകയുണ്ടായില്ല. അല്പസമയത്തിനുള്ളിൽ ക്ഷേത്രപരിസരം വിജനസ്ഥലമായി തീർന്നു. ചെരിപ്പ്, കുടകൾ, കളിപ്പാട്ടങ്ങൾ, തുണികൾ എന്നിവയെല്ലാം ആ ഉത്സവപ്പറമ്പിലെങ്ങും ചിതറിക്കിടന്നു. പിന്നീട് വളരെ കഴിഞ്ഞിട്ടാണ് ആന വിരണ്ടു വന്നതല്ലെന്ന വാസ്തവം ഉത്സവ നടത്തിപ്പുകാർ പോലും അറിഞ്ഞത്. ഗുരുദേവന്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ടുണ്ടായ ആ ദുരന്തങ്ങളിൽ അവരെല്ലാം വളരെ സങ്കടപ്പെടുകയും പശ്ചാത്തപിക്കുകയും ചെയ്തു. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാടത്ത്.